ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഷോറൂമിലാണ്, മെഷീൻ ഹബിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി ഒരു മെഷീനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വെജിറ്റബിൾ കട്ടറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടലുകളിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സലാഡൊക്കെ അരിഞ്ഞുണ്ടാക്കുന്ന സലാഡിനൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അത് നമുക്ക് രണ്ട് ടൈപ്പ് കട്ടിംഗ് ആണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഇത് 1.5 HP മോട്ടർ വരുന്ന ഏറ്റവും കുഞ്ഞൻ മെഷീനാണ്, ഏറ്റവും സ്റ്റാർട്ടിംഗ് മെഷീനാണ് വെജിറ്റബിൾ കട്ടറിൽ. ഇതിൻ്റെ തന്നെ വലിയ മെഷീൻസും നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ നമ്മുടെ മെഷീൻ എങ്ങനെ ഓൺ ആക്കി ഇതിൽ വെജിറ്റബിൾസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ക്യാരറ്റ് അതുപോലെ തന്നെ ബീട്രൂട്ട്, കപ്പ, ഈ 3 ഐറ്റംസ് ആണ് നമ്മളിതിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് കട്ടിംഗ് ആണ് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാമെന്നതാണ്. കപ്പയാണ് എടുത്തുള്ളത്. ഇത് നമുക്ക് നല്ല സ്ലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിതിൽ ഓൾറെഡി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ടുള്ള കട്ടിംഗ് വീൽ നമ്മൾ ഓൾറെഡി ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതിവിടെ ലൂസാക്കി ഇതിനുള്ളിൽ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അത് നമ്മളിപ്പോൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ മെഷീൻ ഓണിലാണുള്ളത്. ഇവിടുത്തെ ഈ ഒരു സംഭവം നമ്മൾ ഓണിലേക്ക് ആക്കി കൊടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെഷീൻ ഓൺ ആയതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ കട്ടായി വരുന്നത് കൂടെ കാണാം. എന്ത് ഈസി ആയിട്ടാണ് ഇതുപോലെ കട്ടായി വരുന്നത്. അത് നല്ല സ്ലൈസ് ആക്കി വരുന്നതും കൂടെ കാണാം. ഇതാ നമ്മളിപ്പോൾ ഒരു കഷ്ണം ബീട്രൂട്ട് എടുത്തേക്കാണ്. ഇത് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി നമുക്ക് ഇട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിവർ ഉണ്ടോ നിങ്ങൾ, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. വെയിറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്ത്രീകൾക്കൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മെഷീൻ ഓൺ ആക്കി കൊടുക്കുകയാണ്. അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബീട്രൂട്ട് കട്ടായി വരുന്ന കൂടെ കാണാം. ഇപ്പം നിങ്ങൾക്ക് കൂടെ കാണാം ബീട്രൂട്ട് കട്ടായി വന്നിട്ടുള്ളത്. ഇതേപോലെ എന്ത് എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ സ്ലൈസ് ആക്കി ബീട്രൂട്ട് കിട്ടിയില്ല നിങ്ങൾ നോക്കാം. ഒരു ബീട്രൂട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എടുത്ത സമയം ഒരു 5 സെക്കൻഡ് താഴെ നമുക്ക് വന്നിട്ടുള്ളൂ. അതിന് താഴെ തന്നെ നമുക്ക് ബീട്രൂട്ടൊക്കെ ഇതേപോലെ നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലിട്ടും കട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു സൈഡ് നമുക്ക് ഇട്ട് ഇതേപോലെ എത്ര ഐറ്റംസ് ആണെങ്കിൽ എടുത്ത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കൂടി നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഈ സൈഡിൽ ഇട്ട് നമുക്ക് ഈ ഒരു സംഭവം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ വരും. ഈ സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. പടി കൂടെ നമുക്ക് ഇതേപോലെ ഈ സൈഡ് കട്ടാക്കി എടുക്കാന്നുള്ളതാണ്. അതായത് ഇതുപോലെ 2 ടൈപ്പ് കട്ടിങ്ങിന്റെ വീലാണ് നമുക്ക് വരുന്നത്. ഇത് നമ്മളിപ്പോൾ അതേപോലെ ഓൾറെഡി കട്ട് ചെയ്തെടുത്ത സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിച്ച കട്ടിംഗ് വീലാണ്. ഇതിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സലാഡിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യാനായിട്ടുള്ള കട്ടിംഗ് വീല് വരുന്നത്. നമുക്ക് ഇതിൽ കുറച്ച് ക്യാരറ്റ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. എങ്ങനെയാണ് ക്യാരറ്റ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കാം. ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇത് ഇങ്ങനെ പിടിക്കുക, നമുക്കിവിടെ കാണാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ലോക്കായി. ഇത് ലോക്കായി കഴിഞ്ഞാൽ നേരെ ഈ സംഭവം എടുത്തിട്ട് നേരെ നമുക്ക് മൂടി വയ്ക്കാം. ഇവിടെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ കട്ടാക്കി എടുത്ത് നമുക്ക് നോക്കാം. മെഷീൻ ഓൾറെഡി ഓണിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത് ഞാനിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മളിതാ മെഷീനോട് ഓണാക്കി കൊടുത്തു. അപ്പോൾ നോക്കിക്കോട്ടാ. അപ്പോൾ അതാണ് നമ്മൾ ക്യാരറ്റ് വയ്ക്കാനായിട്ട് പോവാണ്. ഇതാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സലാഡിലേക്ക് കിട്ടുന്ന പോലെ നമുക്ക് ചെറിയ രീതിയിൽ നല്ല ഇതിൽ കട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്യാരറ്റ് മാത്രമല്ല എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ 2 ടൈപ്പിലുള്ള കട്ടിംഗ് വീലും ഇതിൽ വരുന്നുണ്ട്. 1.5 HP മോട്ടറാണ് നമ്മുടെ ഈ മെഷീനിന് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള 1.5 HP കൂടിയിട്ടുള്ള മോട്ടർ വരുന്ന മെഷീൻസും നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള എന്ത് മെഷീൻസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലോ നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും.